ഹായ്, വീട്ടിലെല്ലാവരും പള്ളിയിൽ പോയി ഞാൻ മാത്രം പള്ളിയിൽ പോകാത്ത ഒരു കുട്ടി ഞായറാഴ്ചയാണിത്. എനിക്ക് ഉടനെ ചെയ്തില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടെങ്കിലും ചെയ്യേണ്ട ഒരു പരിപാടിയാണ് എന്ത് മേക്ക് ദ ബെഡ് എന്നുള്ളത്. ആ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ ഹോം മിനിസ്റ്റർക്ക് ഒരു ആഗ്രഹം ചക്കയും പോത്തിറച്ചിയും കഴിക്കണമെന്ന്. അതിന് വേണ്ടുന്ന മെയിൻ ഐറ്റം ഹോം മിനിസ്റ്റർ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യും. നമ്മുടെ മാത്രം വയറ് നിറഞ്ഞാൽ പോരല്ലോ, വീട്ടിലുള്ള മീൻ കുഞ്ഞുങ്ങൾക്കും കോഴിക്കുഞ്ഞുങ്ങൾക്കും ഒക്കെ തീറ്റ കൊടുക്കണമെന്നാണ് മദർസയുടെ വാദം. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ മീൻ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് തീറ്റ കൊടുക്കാൻ വേണ്ടി ഞാനും പോയി. കൊടുക്കുന്ന തീറ്റയെല്ലാം വിത്തിൻ സെക്കൻഡ്സ് തന്നെ അവരെല്ലാം അകത്താക്കിക്കോളും. ഇവർക്ക് മുന്നേ ഇതിനകത്തുള്ള അന്തേവാസികൾ വേറെ കുറച്ച് മീനുകളായിരുന്നു. ഇതിനിടയ്ക്ക് മാതാശ്രീ പറഞ്ഞൊരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അടുത്ത പ്രാവശ്യം വരുമ്പോൾ മമ്മി എനിക്കിതിനെ കറി വെച്ച് തരുമെന്ന്. അപ്പം ഞാൻ കുറച്ചും കൂടെ കൂടുതൽ കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഹോം മിനിസ്റ്ററിൻ്റെ ആഗ്രഹപ്രകാരം ചക്ക ഒരുക്കാനുള്ള പരിപാടിയാണ്. ഞായറാഴ്ചകളിൽ മിക്ക ക്രിസ്ത്യൻ കുടുംബങ്ങളിലും ഒന്നെങ്കിൽ ചക്ക അല്ലെങ്കിൽ കപ്പയാണ് കോമ്പിനേഷൻ ഉള്ളത്. ഇപ്പോൾ പിന്നെ ചക്ക സീസൺ ആയതുകൊണ്ട് ചക്ക എടുത്തു, പിന്നെ നല്ല പോത്തിറച്ചി. കുറച്ച് പേര് ചക്കയുടെ പുറത്തും കുറച്ച് പേര് പോത്തിറച്ചിയുടെ പുറത്തുമാണ് പരിപാടി. വയറ്റിലേക്ക് എല്ലാവരുടെയും കൂടിയാണല്ലോ പോണത്. അതുകൊണ്ട് എല്ലാവരും തന്നെ ഒരുമിച്ച് പണിയെടുക്കണമെന്നുള്ളതാണ് ഹോം മിനിസ്റ്ററിൻ്റെയും മാതാശ്രീൻ്റെയും ഓർഡർ. അങ്ങനെ നല്ല ചക്കയും പോത്തിറച്ചിയും കൂടെ കഴിച്ചിട്ട് കുറച്ച് നേരം വിശ്രമം. അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ചെറിയൊരു ഇടിയൊക്കെ ആയിട്ട് മഴ പെയ്യുമോ എന്നൊരു ഡൗട്ട്. അപ്പോൾ ഒരു ടെറസിൻ്റെ പൊക്കത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും പെറുക്കിയെടുക്കാൻ വേണ്ടി. ഒരു കർഷക കുടുംബമാണല്ലോ. അതിനിടയ്ക്ക് പിന്നെ കുറച്ച് മാങ്ങ ഉണ്ട്. അപ്പോൾ പിന്നെ ഹോം മിനിസ്റ്ററെയും കൂടെ പൊക്കി മുകളിലേക്ക് എത്തിച്ചു. മാങ്ങ പറിച്ചിട്ട് താഴെ പോകാമെന്ന്. അങ്ങനെ സൺഡേ അവസാനിച്ചു.